വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 10th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിന്റെ 5th ചാപ്റ്റർ ആണ്. ഇനി ഒരു ചാപ്റ്ററും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യൽ സയൻസില് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാഠഭാഗങ്ങൾ മുഴുവൻ നമ്മുടെ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇനി ഒരു ദിവസം കൂടി മതി. അതോടുകൂടി എന്ത് കംപ്ലീറ്റ് ആവും? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് മോഡേൺ ഇന്ത്യയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ രണ്ട് പാഠഭാഗങ്ങൾ, മോഡേൺ ഇന്ത്യയുടെയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെയും SCRT LGS നിലവാരത്തിലുള്ളത് നമ്മുടെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ? 5ാമത്തെ ചാപ്റ്റർ ആണ്. എന്താണ് ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ? പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ. ജനാധിപത്യത്തില് പൊതുജന അഭിപ്രായത്തിനുള്ള പങ്കിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ജനാധിപത്യ വ്യവസ്ഥയുടെ അടിത്തറ രൂപീകരിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകളിലൂടെയും താല്പര്യങ്ങളിലൂടെയും അഭിലാഷങ്ങളിലൂടെയുമാണ്. പൊതുജനാരോഗ്യം എന്നത് പൊതുസമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ പൊതുവിഷയത്തിന്മേൽ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം ആരായുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന പൊതുവിഷയങ്ങളിൽ മേലുള്ള ജനങ്ങളുടെ പൊതുവായ അഭിപ്രായത്തെയാണ് പൊതുജന അഭിപ്രായം എന്ന് പറയുന്നത്. ഇത് ഒരു വിഷയത്തിൽ സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. അതായത് ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിന് അവരുടേതായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിലെ ജനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ട് ഇല്ലേ? ആ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടാണ് അവരുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്ത് പറയുന്നത്? പൊതുജന അഭിപ്രായം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പെടണേന്നാണ് ഇവിടെ പറയണത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ എന്താണ് പൊതുജനാഭിപ്രായം? കണ്ടോ? അതായത് ഇത് ഒരു വിഷയത്തില് സമൂഹത്തിലെ ജനങ്ങൾ പൊതുവായി സ്വീകരിക്കുന്ന നിലപാടോ അഭിപ്രായമോ ആകാം. എന്ത്? പൊതുജനാഭിപ്രായം. പൊതുജനാഭിപ്രായത്തിലൂടെ ശക്തിപ്പെടുന്ന പൗരസമൂഹം ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങളിലും യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും പൊതുജനാഭിപ്രായത്തെ ഗുണാത്മകമാക്കുന്നു. ഇനി ഇതുവഴി സാമൂഹിക വിഷയങ്ങളിൽ ജാഗ്രതയുള്ള പൗരസമൂഹം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്താണ് അപ്പൊ ഇവിടെ നമ്മൾ ഒരു പൗരസമൂഹം എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞു. അതാണ് പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്താണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊതു നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകള്, സംഘങ്ങള്, വ്യക്തികള് എന്നിവ ഉൾക്കൊള്ളുന്ന ജനാധിപത്യത്തിലെ ഒരു നിർണായക ആശയത്തെയാണ് നമ്മൾ പൗരസമൂഹം അഥവാ സിവിൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. സ്വയം സന്നദ്ധതയോടെ സർക്കാർ നിയന്ത്രണങ്ങളോ ലാഭേച്ഛയോ കൂടാതെ വൈവിധ്യമാർന്ന താല്പര്യങ്ങളോടും കാഴ്ചപ്പാടുകളോടും കൂടി പ്രവർത്തിക്കുന്നവരാണ് പൗരസമൂഹത്തിൽ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അടുത്തത് എന്താണ്? അടുത്ത കാര്യത്തെ കുറിച്ച് അടുത്തത് ഇവിടെ എന്താ പറയുന്നത്? ശ്രദ്ധിക്കൂ. പൊതുജന അഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ നോക്കാം. എന്താണ്? സാമൂഹിക ജീവിതത്തിലും ഭരണതലത്തിലും സാമൂഹികപരമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിലും സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടുള്ള കാര്യത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലുമെല്ലാം പൊതുജനാഭിപ്രായത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ഉത്തരവാദിത്വമുള്ള പൗരൻ സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴാണ് പൊതുജന അഭിപ്രായം രൂപം കൊള്ളുന്നത്. പൊതുജനാഭിപ്രായം സർക്കാരിനുമേൽ ജനകീയ നിയന്ത്രണത്തിനുള്ള ഫലപ്രദമായ ഒരു മാർഗമാണ്. ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിനുള്ള സംവാദങ്ങളെ പൊതുജന അഭിപ്രായം പ്രോത്സാഹിപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായി പൊതുജന അഭിപ്രായത്തെ പരിഗണിക്കുന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാം, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണോ എന്ത്? പൊതുജനാഭിപ്രായം. അതെ, ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അത് ശരിയാണ് എന്നുള്ളത് കേട്ടോ.
ഇനി പൊതുജനാഭിപ്രായം വൈവിധ്യമാർന്ന അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. പൊതുജനാഭിപ്രായം എന്നത് ഭൂരിപക്ഷം ആളുകളുടെയും കാഴ്ചപ്പാടുകളോ അഭിപ്രായങ്ങളോ ആകണമെന്നില്ല. എന്നാൽ അത് ഒരു വിഷയത്തിന്മേലുള്ള പൊതുസമ്മതം ഉണ്ടാക്കുന്നു. ഒരു സൊസൈറ്റിയുടെ ഒരു സമ്മതമാണ് അത് കാണിക്കുന്നത്. സാഹചര്യങ്ങൾക്കും സമയത്തിനും പുതിയ അറിവുകൾക്കും അനുസരിച്ച് പൊതുജനാഭിപ്രായം മാറാവുന്നതുമാണ്. പൊതുജനാഭിപ്രായം എല്ലായ്പ്പോഴും രാഷ്ട്രീയ കാര്യങ്ങളുമായി മാത്രമുള്ളതല്ല, സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്, പൊളിറ്റിക്കൽ കാര്യങ്ങൾ, പൊളിറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ എന്നാണ് പറയുന്നത്. അല്ല, അതില് എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പൊതുജനാഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടാം, സാമ്പത്തിക കാര്യങ്ങൾ ഉൾപ്പെടാം, അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടാം എന്നാണ് പറയുന്നത്. പൊതുജനാഭിപ്രായ പ്രകടനത്തിന് നിശ്ചിത ഭൂപ്രദേശം എന്ന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ആർക്കും ഏതു പ്രദേശത്ത് നിന്നും അവരുടെ അഭിപ്രായം പ്രകടിപ്പിക്കാവുന്നതാണ്. പൊതുജനാഭിപ്രായം ജനാധിപത്യപരമായ ആശയവിനിമയം ഉറപ്പാക്കുന്നു. പല കുട്ടികളും എന്താ പറയാ, കമന്റ് ബോക്സിൽ പറയാറുണ്ട് ഞങ്ങളുടെ കയ്യിൽ SCERT പാഠപുസ്തകങ്ങളില്ല, അപ്പൊ ഞങ്ങൾ എങ്ങനെയാ പഠിക്കണ്ടേ? അതിനൊക്കെയുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഈ ക്ലാസ്സിൽ കൊടുക്കുന്നത്. അതായത് ഓരോ SCERT പാഠഭാഗങ്ങളും എടുത്ത് തുടക്കം തൊട്ട് അവസാനം വരെയുള്ള ഇതിൽ അവർക്ക് കൊടുത്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓരോ സെന്റൻസ് ആയിട്ട് വായിച്ചു തരുന്നത് നിങ്ങൾക്ക് ഒഴിവുള്ള സമയങ്ങളിൽ കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുമ്പോൾ, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. അതുകൊണ്ട് SCERT നമുക്കറിയാം അല്ലെ, ബോക്സുകളിൽ കൊടുക്കുന്നതും പല പ്രധാനപ്പെട്ട വർഷങ്ങളും ചില പോയിന്റുകളൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് പുസ്തകങ്ങളിൽ മാത്രമാണ് SCERT പാഠപുസ്തകങ്ങളിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഇത് കേൾക്കാട്ടോ മക്കളെ. പൊതുവായ ഒരു പ്രശ്നത്തിന്മേലുള്ള ആളുകളുടെ അഭിപ്രായത്തെയാണ് പൊതുജനാഭിപ്രായം എന്ന് നമ്മൾ മനസ്സിലാക്കി. വ്യക്തികളുടെ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലം, മനോഭാവം, വിശ്വാസങ്ങൾ, മുൻധാരണകൾ, നേതൃത്വ പാഠവും വിദ്യാഭ്യാസം മുതലായവയെല്ലാം പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികളെ കുറിച്ചാണ് ഇനി പറയുന്നത്. പൊതുജനാഭിപ്രായ രൂപീകരണം എന്നത് യാന്ത്രികമായതോ കൃത്യമായുള്ളതോ സമയബന്ധിതമായതോ ആയ ഒരു പ്രക്രിയയല്ല. എപ്പോഴാണോ ഒരു പൊതുപ്രശ്നം സമൂഹത്തിൽ ഉയർന്നു വരുന്നത് അപ്പോഴെല്ലാം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ അവരുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും പ്രകടിപ്പിക്കുന്നു. ഈ പ്രക്രിയയിൽ ചില അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നു. അതൊരു പൊതു അഭിപ്രായമായി ഉയർന്നു വരികയും ചെയ്യുന്നു. ഇങ്ങനെ ഔപചാരികവും അനൗപചാരിക മായ പ്രക്രിയകളിലൂടെയാണ് പൊതുജന അഭിപ്രായം രൂപപ്പെടുന്നത്. പൊതുജന അഭിപ്രായം വളർത്തുന്നതിലും അതിലൂടെ ജനാധിപത്യത്തെ ശാക്തീകരിക്കുന്നതിലും കുടുംബത്തിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കാണുള്ളത്. കൂടാതെ സമപ്രായ സംഘങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും അഭിപ്രായ വോട്ടെടുപ്പും കലയും സാഹിത്യവുമെല്ലാം അവയുടേതായ ധർമ്മങ്ങൾ നിറവേറ്റുന്നു. ഇവയെല്ലാം പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ ഏജൻസികളാണ്. ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒരു കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അതായത് രക്ഷിതാക്കളുമായിട്ട് നമ്മൾ പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തും. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ചൂട് കൂടി വരികയാണല്ലോ, ആഗോളതാപനത്തെ കുറിച്ച് പത്രവാർത്ത ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ് ആഗോളതാപനം എന്ന് അച്ഛനോ അമ്മയോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ചെറിയ കുട്ടികളാണെങ്കിൽ അപ്പൊ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചും മാലിന്യങ്ങൾ കത്തിക്കാതെ ശാസ്ത്രീയമായി സംസ്കരിച്ചും ഒക്കെ നമുക്ക് ചൂടിന്റെ തീവ്രത കുറയ്ക്കാം, അങ്ങനെ ഭൂമിയെ സംരക്ഷിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ രക്ഷിതാക്കളുമായുള്ള ഇത്തരം ചർച്ചകളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ഒരു കുട്ടിയുടെ സാമൂഹീകരണ പ്രക്രിയ ആരംഭിക്കുന്നു. കണ്ടോ, എവിടെ നിന്ന്? ഫാമിലിയിൽ നിന്ന്. കുടുംബങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങൾ, ധാരണകൾ തുടങ്ങിയവ കുട്ടികളുടെ അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിക്കാറുണ്ട്. കുടുംബത്തിൽ നടക്കുന്ന ചർച്ചകളിലും സംഭാഷണങ്ങളിലും കുട്ടി പങ്കാളിയോ സാക്ഷിയോ ആണ്. ഇതിൽ രാഷ്ട്രീയം, വിശ്വാസം, മതം, സാഹിത്യം തുടങ്ങിയവയെല്ലാം തന്നെ വിഷയമാകാറുണ്ട്. ഇത്തരത്തിൽ വിഷയങ്ങളിലുള്ള കുട്ടികളുടെ അഭിപ്രായ രൂപീകരണത്തിൽ പ്രഥമ സ്വാധീനം കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിനാണ്. രണ്ടാമത്തത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഭാഷണങ്ങൾ അല്ലെ,
നോക്കൂ, അധ്യാപിക ചോദിക്കുകയാണ്, മക്കളെ നിങ്ങളുടെ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ടോ? അപ്പൊ കുട്ടികൾ പറയും ചിലര് വേനൽക്കാലത്ത് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ചിലര് പറയാണ് മഴവെള്ളം സംഭരിക്കുന്നത് ഇതിന് നല്ലൊരു പരിഹാരമല്ലേ? അപ്പോ മഴവെള്ള സംഭരണവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചുകൂടെ? അങ്ങനെയൊക്കെ സംസാരിക്കുകയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ കുട്ടിയുടെ അറിവ് രൂപപ്പെടുത്തുന്നതിലും വികസിപ്പിക്കുന്നതിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഖ്യമായ പങ്കുണ്ട്. അവകാശങ്ങൾ, കടമകൾ, ശാസ്ത്രീയ ചിന്ത, വിമർശനാത്മക ചിന്ത, സംസ്കാരം തുടങ്ങിയവയിലെല്ലാമുള്ള അറിവും നൈപുണ്യവുമെല്ലാം കുട്ടി ആർജിച്ചെടുക്കുന്നത് പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. വിദ്യാഭ്യാസ പ്രക്രിയ ഒരു വ്യക്തിയെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്വതന്ത്രവും യുക്തിഭദ്രവുമായ അഭിപ്രായം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. വിവിധ വിഷയങ്ങളിലുള്ള ധാരണകൾ കുട്ടികൾ രൂപപ്പെടുത്തുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സ്കൂൾ പാർലമെന്റ്, ക്ലബ്ബ് പ്രവർത്തനങ്ങൾ, കായികമേളകൾ തുടങ്ങി നിരവധിയായ വിദ്യാലയ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ജനാധിപത്യ ബോധവും പൗരബോധവും നൽകുന്നതിനുള്ള പരിശീലന വേദികളാണ്. അങ്ങനെ കുട്ടികളുടെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയും അതുവഴി അവർ പൊതുജനാഭിപ്രായ പ്രകടനത്തിലുള്ള നൈപുണ്യം ആർജിക്കുകയും ചെയ്യുന്നു. അടുത്തത് സമപ്രായ സംഘടനകൾ അഥവാ പിയർ ഗ്രൂപ്പ്സ്. എന്താണത്? സമപ്രായ സംഘങ്ങൾ സമാനമായ പ്രായവും ഒരേ താല്പര്യവും ലക്ഷ്യവുമുള്ള സംഘങ്ങളെ സമപ്രായ സംഘങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ സമപ്രായ സംഘങ്ങൾ അവരുടെ വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആശയങ്ങൾ എന്നിവയിലെല്ലാം എന്തു പുലർത്തുന്നു? സമാനത പുലർത്തുന്നു. കണ്ടോ? ഒരേ കാറ്റഗറിയിലുള്ള ഒരേ ഏജിലുള്ള കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുന്നതിനെയാണ് പ്രകടിപ്പിക്കുന്നതിനെയാണ് അല്ലെങ്കിൽ അത്തരം ഗ്രൂപ്പിനെയാണ് നമ്മൾ സമപ്രായ സംഘടനകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത് എന്താണ്? മീഡിയകൾ. പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിൽ പ്രധാനമായ പങ്കാണ് മാധ്യമങ്ങൾക്കുള്ളത്. അച്ചടി മാധ്യമങ്ങളിലൂടെയും റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയ പരമ്പരാഗത മാധ്യമങ്ങളിലൂടെയും ഡിജിറ്റൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങൾ തുടങ്ങിയ നവമാധ്യമങ്ങളിലൂടെയും ലഭ്യമാകുന്ന വാർത്തകളും ചർച്ചകളും പരസ്യ പരിപാടികളും ജനങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഒരു വിഷയം പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന്, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനും മാധ്യമങ്ങൾക്ക് വളരെ വലിയ പങ്കുണ്ട്. അടുത്തത് പത്രങ്ങൾ. എല്ലാ സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെയും പൊതുജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് പത്രങ്ങളാണ്. ആനുകാലിക പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചും തിരിച്ച് ജനങ്ങളുടെ അഭിപ്രായം സർക്കാരിന് മുന്നിലെത്തിച്ചും ജനാധിപത്യ പ്രക്രിയയെ ശക്തമാക്കാൻ പത്രങ്ങൾക്ക് കഴിയുന്നു. ആ നിലയ്ക്ക് പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ പത്രങ്ങൾക്ക് മുഖ്യസ്ഥാനമാണുള്ളത്. പത്രങ്ങളുടെ സ്വാധീനത്തെ കുറിച്ച് ഗാന്ധിജിയുടെ അഭിപ്രായമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പത്രപ്രവർത്തനത്തിന്റെ ഏക ലക്ഷ്യം സേവനമായിരിക്കണമെന്ന ഇന്ത്യൻ ഒപ്പീനിയൻ തുടങ്ങി ആദ്യ മാസം തന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ നിന്ന് അദ്ദേഹം ആദ്യ മാസം തന്നെ മനസ്സിലാക്കിയെന്ന്. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ, നമുക്കറിയാം. എന്നാൽ നിയന്ത്രിക്കാത്ത ജലപ്രവാഹം എല്ലാ പ്രദേശങ്ങളിലെയും വെള്ളത്തിലാഴ്ത്തുകയും വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ അനിയന്ത്രിതമായ തൂലിക നാശമേ ഉണ്ടാക്കൂ. നിയന്ത്രണം പുറത്തു നിന്നാണെങ്കിൽ അത് നിയന്ത്രണരാഹിത്യത്തെക്കാൾ അപകടകരമായിരിക്കും. ഉള്ളിൽ നിന്നും നിയന്ത്രണം വന്നാലേ ഗുണപ്രദമാകൂ. ഈ ചിന്താഗതി ശരിയാണെങ്കിൽ ലോകത്തെ എത്ര പ്രസിദ്ധീകരണങ്ങൾ ഈ പരീക്ഷയിൽ വിജയിക്കും? വിജയിക്കാത്തവയെ നിലനിർത്താൻ ആർക്ക് കഴിയും? രണ്ടിന്റെയും നന്മ തിന്മകൾ ആര് വിധിക്കും? ഗുണമുള്ളതും ഗുണമില്ലാത്തതും നന്മയും തിന്മയും പോലെ ഒരുമിച്ച് നിലനിൽക്കും. മനുഷ്യനെ ഇതിൽ തിരഞ്ഞെടുക്കേണ്ടതായി വരും. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ ആത്മകഥയിൽ പറയാണ്. അതായത് പത്രപ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്ത് മാത്രമായിരിക്കണം? സേവനം മാത്രമായിരിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പുറത്തുനിന്ന് രാഷ്ട്രീയപരമായിട്ടുള്ളതും മറ്റുള്ള രീതിയിലുള്ള കൺട്രോളുകൾ വന്നാൽ എന്തുണ്ടാവില്ല? അത് ഭംഗിയായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ്, കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയണത് കേട്ടോ. അപ്പോ ചിലപ്പോ ചില വാർത്തകൾ വസ്തുതാപരമായിട്ട് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ സമൂഹത്തിൽ അഭിപ്രായത്തെ വഴിതിരിച്ചു വിടാനും സമൂഹത്തെ തെറ്റായ രീതിയിലേക്ക് നയിക്കാനും ചിലപ്പോൾ ചില വാർത്തകൾ കാരണമാകാറുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിക്ഷിപ്ത താല്പര്യങ്ങൾ വെച്ച് തെറ്റായ വാർത്തകൾ ഓൺലൈൻ പത്രങ്ങളിലൂടെയും മറ്റും ജനങ്ങളിലേക്ക് എത്താറുമുണ്ട്. അപ്പൊ വാർത്തകളിൽ പക്ഷപാതരഹിതമായ സമീപനവും കൃത്യതയും പലപ്പോഴും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നത് വിമർശനം സമൂഹത്തിൽ നിലനിൽക്കുന്ന
ഒരു കാര്യമാണ്. അടുത്ത റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ. സാമൂഹിക ജീവിതത്തിന്റെ കണ്ണാടിയായി റേഡിയോയും ടെലിവിഷനും വർത്തിക്കുന്നു. പത്രമാധ്യമങ്ങൾ സാക്ഷര സമൂഹത്തെ മാത്രം പരിഗണിക്കുമ്പോൾ റേഡിയോയും ടെലിവിഷനും നിരക്ഷര സമൂഹത്തിൽ കൂടി ചിന്തകളെ, അറിവുകളെ പരുവപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം വായിക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്ക് കേട്ടും കണ്ടും അത് മനസ്സിലാക്കാൻ പറ്റും. സർക്കാരിന്റെ വിവിധ നയങ്ങളെയും പരിപാടികളെയും കുറിച്ച് ജനങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ചിന്തകളും സമൂഹത്തിൽ പങ്കുവയ്ക്കുന്നതിൽ റേഡിയോയും ടെലിവിഷനും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ അഥവാ സോഷ്യൽ മീഡിയ. കാലിക പ്രസക്തമായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമുക്ക് ഇവിടെ കാണാം അല്ലെ. ഇവിടെ എന്താ പറയുക, ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കർമ്മ പദ്ധതികളുമായി സർക്കാർ മുന്നോട്ട്. അപ്പൊ അതിന് ആൾക്കാര് കണ്ടോ, എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് പല മെസ്സേജുകളാ വരണേ അല്ലെ. അപ്പോ നമ്മള് ഇങ്ങനെ ഒരു സർക്കാരിന്റെ മെസ്സേജ് ഉണ്ടാവുമ്പോൾ നമ്മളും ഓരോരുത്തരും അതിനോട് പ്രതികരിക്കാറുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നോക്കൂ, കോട്ടയത്ത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയില്ല. പ്രചരിക്കുന്നത് വ്യാജ അറിയിപ്പ്. ജില്ലാ കളക്ടർ കണ്ടോ, നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ജില്ലയിലെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കളക്ടർ എന്താണ് കൃത്യമായി പറയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, ചില കാര്യങ്ങള് എന്താണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടം വിശദീകരണവുമായി രംഗത്തെത്തിയ കാര്യമാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് നല്ല വാർത്തയുണ്ട്, വ്യാജ വാർത്തകളുമുണ്ട്. ആ വാർത്തയുടെ യഥാർത്ഥ വസ്തുതകൾ ഉൾപ്പെടുത്തിയുള്ള കളക്ടറുടെ വിശദീകരണമാണ് നമ്മൾ ഇവിടെ നേരത്തെ കൊടുത്തിരിക്കുന്നത് കണ്ട. അപ്പൊ ഇത്തരം വ്യാജമായിട്ടുള്ള വാർത്തകളും സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനെ പ്രതിരോധിക്കാനായിട്ടും നാം മാർഗങ്ങൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ആധുനിക കാലത്ത് സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി ആശയവിനിമയം നടത്തുന്നവരാണ്. ഇത്തരം ഡിജിറ്റൽ ഇടങ്ങളിലുള്ള ചതിക്കുഴികൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് അനിവാര്യവുമാണ്. അതിനായി നാം മാധ്യമ സാക്ഷരത, അതായത് മീഡിയ ലിറ്ററസി, ഡിജിറ്റൽ സാക്ഷരത അഥവാ ഡിജിറ്റൽ ലിറ്ററസി ആർജിച്ച് എടുക്കേണ്ടതുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന സന്ദേശങ്ങളെ പ്രാപ്യമാക്കാനും വിശകലനം ചെയ്യാനും വിലയിരുത്താനും പുതിയ സന്ദേശങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനുമുള്ള കഴിവാണ് മാധ്യമ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാധ്യമ ഉള്ളടക്കം എങ്ങനെ നിർമ്മിക്കുന്നുവെന്നും അത് നമ്മുടെ ധാരണകളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്നും വാർത്തകളെയും സന്ദേശങ്ങളെയും വിമർശനാത്മകമായി എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നും എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുന്നതിനും വിലയിരുത്തുന്നതിനും ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അപ്പൊ എന്താണ് ഡിജിറ്റൽ സാക്ഷരത എന്ന് മനസ്സിലായില്ലേ? ഡിജിറ്റൽ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ കണ്ടെത്തുക, വിലയിരുത്തുക, ഡിജിറ്റൽ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും ഫലപ്രദമായി ഉപയോഗിക്കുക, അതിനുള്ള കഴിവാണ് ഡിജിറ്റൽ സാക്ഷരത. അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഫലപ്രദമായ ഉപയോഗം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ നാവിഗേഷൻ ചെയ്യൽ, ഓൺലൈൻ ഉള്ളടക്കം വിമർശനാത്മകമായി വിലയിരുത്തൽ, സൈബർ അവബോധം തുടങ്ങിയവയെല്ലാം ഇതിൽ പെടുന്നവയാണ്. മാധ്യമ സാക്ഷരത ഉള്ളടക്കത്തിലും അതിന്റെ വ്യാഖ്യാനത്തിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഡിജിറ്റൽ സാക്ഷരത പ്രധാനമായും ഉപകരണങ്ങളെയും പ്ലാറ്റ്ഫോമുകളെയും പരിഗണിക്കുന്നു. ഇനി രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കാനും സമാഹരിക്കാനും മുൻപന്തിയിൽ നിൽക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പ്രവർത്തനങ്ങളുമാണ്. ഭരണ നേതൃത്വത്തിലുള്ള പാർട്ടികളും പ്രതിപക്ഷത്തുള്ള പാർട്ടികളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ ഒരുപോലെ പങ്കുവഹിക്കുന്നുണ്ട്. പൊതുജനങ്ങളെ പൊതു പ്രശ്നത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്നതിനായി രാഷ്ട്രീയ ബോധമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർക്കനുകൂലമായ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പത്രമാധ്യമങ്ങൾ, ജേണലുകൾ, ലഘുലേഖകൾ, പ്രകടന പത്രികകൾ, പോസ്റ്ററുകൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കാറുണ്ട്. അതോടൊപ്പം സമ്മേളനങ്ങൾ, പ്രകടനങ്ങൾ, റാലികൾ, സെമിനാറുകൾ തുടങ്ങിയവയും പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനായി സംഘടിപ്പിക്കാറുണ്ട്. ഭരിക്കുന്ന പാർട്ടികൾ അവർക്ക് അനുകൂലമായി സർക്കാരിന്റെ നയപരിപാടികൾക്ക് പ്രചാരണം നൽകാൻ ശ്രമിക്കുന്നു. അതിനുവേണ്ട പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഭരണതരത്തിലെ പോരായ്മകളും വീഴ്ചകളും ജനമധ്യത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. സർക്കാരിനെതിരായ പൊതുജനാഭിപ്രായ രൂപീകരണത്തെ സഹായിക്കുന്ന സമരങ്ങളും പ്രചരണങ്ങളും അവർ ഏറ്റെടുക്കുന്നു. അധികാരം നേടിയെടുത്ത് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള താല്പര്യമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്നാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ ഓരോ പാർട്ടിയും മുന്നണിയും പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ച് പരമാവധി ജനപിന്തുണ സമാഹരിക്കാൻ ശ്രമിക്കുന്നു. സമൂഹവും ഭരണകൂടവും നേരിടുന്ന എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഇടപെടാനും
അഭിപ്രായം രൂപീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ പാർട്ടിയും അതിന്റെ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തങ്ങളുടെ പക്ഷത്ത് അണിനിരത്തുവാനും ശ്രമിക്കുന്നു. അതോടൊപ്പം ജനങ്ങളുടെ പൊതുകാര്യങ്ങൾ ഇടപെടുന്നതിനും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സക്രിയരാക്കാനും പ്രാപ്തരാക്കുന്നു. തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിക്കുക മാത്രമല്ല, തിരഞ്ഞെടുപ്പിന് ശേഷവും പൊതുജന പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കും. തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിൽ പൊതുജനാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ വ്യക്തമാക്കാൻ ശ്രമിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിരുവിടുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കുകയും പതിവാണ് എന്ന് മനസ്സിലാക്കാം. ഇനി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ, സാമൂഹിക സ്ഥാപനങ്ങളും സംഘടനകളും. സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളും സാമൂഹിക സംഘടനകളും പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ നിർണായ പങ്കുവഹിക്കുന്നു. മതസ്ഥാപനങ്ങൾ, ജാതിമത സംഘടനകൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, സ്ത്രീ സമത്വ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി യൂണിയനുകൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ തുടങ്ങിയവയെല്ലാം പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ അവരുടേതായ പങ്കുവഹിക്കുന്നുണ്ട്. അടുത്തത് ഒപ്പീനിയൻ പോൾ അഥവാ അഭിപ്രായ വോട്ടെടുപ്പ്. ഇനി എന്താണത്? ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പും അതിന്റെ ഫലവുമാണ് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്നത്. വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളിൽ പൊതുമനോഭാവത്തെയും അഭിപ്രായത്തെയും കുറിച്ചുള്ള വിവരണ ശേഖരണത്തിനുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മാർഗമാണ് അഭിപ്രായ വോട്ടെടുപ്പ് എന്നത് കേട്ടോ. ഇതിൽ ജനസംഖ്യയുടെ ഒരു സാമ്പിൾ തെരഞ്ഞെടുത്ത് അവരിലൂടെ വിഷയത്തെ സംബന്ധിക്കുന്ന അഭിപ്രായം ആരായുന്നു. ഈ അഭിപ്രായത്തെ അടിസ്ഥാനമാക്കി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നു. അഭിപ്രായ വോട്ടെടുപ്പ് നടത്തുന്നതിനായി ഇന്ന് വിവിധ പ്രൊഫഷണൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കണ്ടോ? ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിൽ എന്താ പറയുന്നത്? മഹാകവി കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോ ഇവിടെ പറയാണ്, ജാതി വ്യവസ്ഥയിൽ നിലനിന്നിരുന്ന അയിത്തം പോലുള്ള ദുരാചാരങ്ങൾക്കെതിരെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ശക്തമായ സ്വാധീനം ചെലുത്തിയ ഒരു കൃതിയാണ് ചണ്ടാല ഭിക്ഷുകി. എല്ലാവർക്കും അറിയാലോ ആശാന്റെ ചണ്ടാല ഭിക്ഷുകി. ഓരോ കാലത്തെയും കലയും സാഹിത്യവും സിനിമയും എല്ലാം അതത് കാലത്തെ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിനെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. പാട്ടബാക്കി, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് തുടങ്ങിയ രചനകൾ ഒരു കാലത്തെ കേരളത്തിന്റെ സാമൂഹിക ജീവിതം തന്നെ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചവയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രചോദനം നൽകിയ രവീന്ദ്രനാഥ ടാഗോറിന്റെയും സുബ്രഹ്മണ്യ ഭാരതിയുടെയും വള്ളത്തോൾ നാരായണ മേനോന്റെയും സാഹിത്യ രചനകൾ പൊതുജനാഭിപ്രായ രൂപീകരണ പ്രക്രിയയിൽ പ്രധാന പങ്കുവഹിച്ചവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ ഏതെല്ലാം? പൊതുജനാഭിപ്രായം ശക്തമാകുന്നിടത്ത് ജനാധിപത്യം ശക്തിപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കി. ജനാധിപത്യത്തിന്റെ പരിമിതികളെ ശക്തമായ പൊതുജനാഭിപ്രായം കൊണ്ട് തിരുത്തുവാനും ശരിയായ ദിശയിലേക്ക് നയിക്കുവാനും സാധിക്കുമെന്ന് മനസ്സിലാക്കി. പക്ഷെ എന്തൊക്കെയാണ് ഇതിന് തടസ്സങ്ങൾ ഉള്ളത് എന്ന് നോക്കൂ. നിരക്ഷരത. നിരക്ഷരായ ജനങ്ങൾക്ക് പൊതുപ്രശ്നത്തെ കുറിച്ച് പരിമിതമായ അറിവുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ അവർക്ക് യുക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള വേണ്ടത്ര ശേഷി ഉണ്ടാവില്ല. ഡിജിറ്റൽ വിഭജനം. ഇന്റർനെറ്റ്, കമ്പ്യൂട്ടർ, സ്മാർട്ട് ഫോൺ തുടങ്ങിയ ആധുനിക വിവിധ തരത്തിലുള്ള വിവര സാങ്കേതിക വിദ്യയുടെ പ്രാപ്യത, അതിലൂടെ ഡിജിറ്റൽ വിഭജനം, ഇത് ഫലപ്രദമായ പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നതിന് തടസ്സമാകുന്ന. എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ദാരിദ്ര്യം. ദാരിദ്ര്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾ പലപ്പോഴും പൊതുകാര്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ പൊതുവിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായ രൂപീകരണത്തിൽ ഇവർക്ക് വേണ്ട രീതിയിൽ ഇടപെടാൻ സാധിക്കില്ല. ഇനി അനാരോഗ്യകരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ജനാധിപത്യ രാഹിത്യവും. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലെ പക്ഷപാതവും ജനങ്ങൾക്കിടയിലുള്ള ധ്രുവീകരണ പ്രവർത്തനങ്ങളൊക്കെ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെ തെറ്റായ പ്രവണതകൾ. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് അനാരോഗ്യകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കും. അങ്ങനെ പൊതുജനാഭിപ്രായം നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ഇത് കാരണമാവും. ഇതിന് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ തെറ്റായ പ്രചരണങ്ങളും ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന പറയുന്നത്. അപ്പൊ അങ്ങനെ അഴിമതി, പ്രാദേശികവാദം, മറ്റ് സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, വിഭാഗീയ താല്പര്യങ്ങള്, ഇതൊക്കെ തന്നെ പൊതുജനാഭിപ്രായത്തെ ഹാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്നാണ് പറയുന്നത്. ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും തുല്യമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രാഷ്ട്രീയ വ്യവസ്ഥിതിയാണല്ലോ ജനാധിപത്യം. അപ്പൊ ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന സംവിധാനം എന്ന നിലയ്ക്ക് ജനാധിപത്യ സർക്കാരുകൾ അതിന്റെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തുന്നതിന് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, താല്പര്യങ്ങൾ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത്. കൂടാതെ ജനാധിപത്യ സംവിധാനത്തിൽ നടക്കുന്ന
തെരഞ്ഞെടുപ്പുകളെ മുഖ്യമായി സ്വാധീനിക്കുന്നതും ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. അപ്പൊ ജനാധിപത്യ സംവിധാനത്തിൽ പൗരസമൂഹം ഭരണാധികാരികളെ നിരന്തരമായ വിമർശനങ്ങളിലൂടെ ഉത്തരവാദിത്വമുള്ളവരായി തീർക്കും. അധികാര പ്രയോഗങ്ങളെ ചോദ്യം ചെയ്യാനും നിയമവാഴ്ചയെ ക്രമപ്പെടുത്താനും പൊതുജനാഭിപ്രായം കൊണ്ട് സാധിക്കും. ഇങ്ങനെയൊരു സമൂഹത്തിൽ പൗരന്മാരുടെ അവകാശങ്ങളും കർത്തവ്യങ്ങളെയും കുറിച്ച് ജനങ്ങൾ തികച്ചും ബോധവാന്മാരായിരിക്കുകയും ചെയ്യും. സ്വേച്ഛാധികാരവും ഏകാധിപത്യ പ്രവണതകളും പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ തടയപ്പെടുകയും പൗരന്മാരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. പൊതുജനാഭിപ്രായം ശക്തിപ്പെട്ട സമൂഹത്തിൽ ഓരോ വിഷയവും വിമർശനാത്മകമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇത് രാഷ്ട്രീയ പാർട്ടികളെ കുറച്ചുകൂടി ഉത്തരവാദിത്വമുള്ളവരാക്കി തീർക്കുകയും ചെയ്യുന്നു. ജനങ്ങളുടെ സഞ്ചിതമായ അഭിപ്രായം എന്ന നിലയ്ക്ക് പൊതുജനാഭിപ്രായം ജനാധിപത്യ സംവിധാനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ക്ലാസ്സിൽ കുറേയധികം പോയിന്റുകളൊന്നും നമുക്ക് ഇവിടെ പഠിക്കാനില്ല. പൊതുജനാഭിപ്രായവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് അഭിപ്രായങ്ങൾ വരുന്നത്, ആ അഭിപ്രായങ്ങൾ പൊതുജനാഭിപ്രായം കൃത്യമാകാൻ പറ്റാത്തതിന്റെ കുറച്ച് പ്രശ്നങ്ങള്, അങ്ങനെയുള്ള പോയിന്റുകൾ മാത്രം ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിപ്പോ അത്ര വലിയ പ്രാധാന്യമില്ലേ, കുറച്ച് എന്താ പറയാ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാപ്റ്റർ വിടാൻ പറ്റില്ല മക്കളെ. ഇതൊക്കെ പഠിക്കാനുള്ളതാണ് എന്നുള്ളത് കൊണ്ടാണ് ടീച്ചർ ഇത് വായിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.